നമസ്കാരം. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ഇറാന് നേർക്ക് അമേരിക്കയും ഇസ്രായേലും ആക്രമണം ആരംഭിച്ചതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ഹോർമുസ് കടലിടുക്ക് അടച്ചിടാൻ ഇറാൻ തീരുമാനിച്ചത്. ആഗോള കപ്പൽ ഗതാഗതത്തിൻ്റെ 20% ഇതുവഴിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഏറ്റവും അധികം ഒരുപക്ഷെ ചരക്ക് ഗതാഗതം നടക്കുന്ന മേഖലയും ഇതുതന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇക്കാര്യത്തിൽ കടുംപിടുത്തം നടത്തുന്നതും ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചിടാൻ തീരുമാനിച്ചതും. എന്നാൽ ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് തുറക്കാനുള്ള ശ്രമത്തിലാണ് അമേരിക്ക. ഇതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള സൈനിക വിന്യാസമാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത്. പ്രോജക്റ്റ് ഫ്രീഡം എന്നാണ് ഈ സൈനിക നടപടിക്ക് അമേരിക്ക പേരിട്ടിരിക്കുന്നത്. നിരവധി വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും മറ്റും അകമ്പടിയോടുകൂടിയാണ് ഇത് തുറക്കാനുള്ള ശ്രമം ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇറാൻ്റെ നിരവധി സ്പീഡ് ബോട്ടുകളും അവരുടെ മിസൈൽ സംവിധാനങ്ങളുമൊക്കെ തന്നെ തങ്ങൾ തകർത്തതായിട്ടാണ് അമേരിക്ക ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്നത്. അതേസമയം അമേരിക്ക മറ്റൊരു അവകാശവാദവും ഉന്നയിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് വഴി ഈ ആക്രമണത്തിന് പിന്നാലെ തങ്ങൾ നിരവധി കപ്പലുകൾ കടത്തിവിട്ടു എന്ന്. എന്നാൽ ഇറാനാകട്ടെ ഈ വാർത്ത ശക്തമായി നിഷേധിക്കുകയാണ്. ഒരു കപ്പലും ഇതുവഴി ഇപ്പോൾ കടന്നു പോകുന്നില്ല എന്നാണ് ഇറാൻ ചൂണ്ടിക്കാട്ടുന്നത്. ഏതാണ്ട് 89ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ചരക്ക് കപ്പലുകളാണ് ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിന് ചുറ്റും കുടുങ്ങിക്കിടക്കുന്നത്. അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുന്നത് വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ലോകത്തെ വലിയ ശതമാനം ഇന്ധനവും പ്രകൃതിവാതകവും എല്ലാം തന്നെ കൊണ്ടുപോകുന്നത് ഇതുവഴിയാണ്. ഖത്തർ പോലുള്ള രാജ്യങ്ങളാണ് ഇക്കാര്യത്തിൽ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നത്. ലോകത്തെ ഏറ്റവും അധികം പ്രകൃതിവാതകം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഖത്തറാണ്. അവർക്ക് ഇതുവഴി തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്. ഇത് വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകും എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ 2 മാസം പിന്നിട്ട് ഇനി അങ്ങോട്ട് 3-ാം മാസത്തിലേക്ക് ഈ ഏറ്റുമുട്ടൽ കടക്കുമ്പോൾ ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എങ്കിൽ പോലും ഇറാൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി എന്നുള്ളത് പലപ്പോഴും ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്നു എന്നാണ് കരുതപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം UAE-യിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഇപ്പോൾ നടത്തുന്നത്. ഇസ്രായേൽ UAE-ക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ നൽകിയിരുന്നു. അവരുടെ അയൺ ഡോം എന്ന മിസൈൽ പ്രതിരോധ സംവിധാനവും UAE-ക്ക് ഇസ്രായേൽ നൽകിയിരുന്നു. ഒരുപക്ഷെ ഇതൊക്കെ തന്നെ ആയിരിക്കാം ഇറാനെ പ്രകോപിപ്പിച്ചത് എന്ന് വേണം കരുതാൻ. ഇറാനിലിപ്പോൾ അവിടെ നിലവിൽ ഭരണം നടത്താൻ ആരും തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ്. പരമോന്നത നേതാവ് മുസ്തഫ ഖമേനി ഇപ്പോഴും രോഗശയ്യയിലാണ്. അദ്ദേഹത്തിൻ്റെ നില അതീവ ഗുരുതരമാണെന്നും പറയപ്പെടുന്നുണ്ട്. കൂടാതെ ഇറാനിലെ പ്രസിഡൻ്റായ പെഷസ്കിയാനെ ഒരു കാര്യത്തിനും അവിടുത്തെ സൈന്യം അനുവദിക്കുന്നതുമില്ല. ഫലത്തിൽ ഇപ്പോൾ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന ഇറാൻ സൈന്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഈ ഇറാൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ തീരുമാനമെടുക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുമായുള്ള ചർച്ചകൾ പോലും പരാജയപ്പെട്ടത് ഈ ഒരു സാഹചര്യത്തിലാണെന്നും കരുതപ്പെടുന്നുണ്ട്. പക്ഷേ ഹോർമുസ് കടലിടുക്ക് ഇങ്ങനെ നിരന്തരം ഇനിയും അടഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് തന്നെ വഴിവെക്കും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അതുകൊണ്ട് കൂടിയാണ് അമേരിക്ക ഇപ്പോൾ ഒരു ആക്രമണം നടത്തി അല്ലെങ്കിൽ ഒരു സൈനിക നീക്കത്തിലൂടെ ഈ ഹോർമുസ് കടലിടുക്ക് തുറക്കാനായി ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് വീണ്ടും ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുമോ എന്ന് സംശയിക്കുന്നുണ്ട്. നിലവിലുള്ള വെടിനിർത്തൽ ഒരുപക്ഷെ ലംഘിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അമേരിക്ക വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന രീതിയിൽ തന്നെയാണ് ഇറാൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്.